Hi friends, welcome to my frogs. My frogs il ninnu വളരെ ചെറിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്കത് വളരെ ഉപയോഗമുള്ള ഒരു വീഡിയോയും കൂടിയാണ്. ഇപ്പോൾ നൈറ്റിയുടെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് 3-4 ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നൈറ്റി ആണെങ്കിലും അതിലൊരു പോക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമായിരിക്കും. കാര്യം നമുക്ക് മൊബൈൽ ഫോൺ വെക്കാനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കർച്ചീഫ് വെക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ കീ ഇടാനോ ഒക്കെ തന്നെ നമുക്കൊരു പോക്കറ്റ് ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ നൈറ്റിയിൽ പോക്കറ്റ് എങ്ങനെയാണ് തയ്ച്ചു പിടിപ്പിക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോക്കറ്റ് തയ്ച്ചു പിടിപ്പിക്കാൻ ഇപ്പം സ്റ്റിച്ചിങ് മെഷീൻ വേണം എന്നൊന്നുമില്ല. കൈകൊണ്ട് തയ്ച്ചു പിടിപ്പിക്കാനും പറ്റും. മെഷീൻ്റെ അതേ പെർഫെക്ഷനിൽ കൈകൊണ്ട് എങ്ങനെ തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ആ പോക്കറ്റ് തയ്ച്ചു പിടിപ്പിക്കാം, ഇല്ലെങ്കിൽ മെഷീനിൽ വെച്ചുവാണെങ്കിലും തയ്ച്ചു പിടിപ്പിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നൈറ്റി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഒരു ബ്രാൻഡഡ് നൈറ്റിയുടെ അതേ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പ്ലീറ്റഡും ബാക്ക് കണ്ടോ പ്ലീറ്റ് ഇല്ലാതെ ചുരിദാർ കട്ടിങ്ങുമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള യോക്ക് വെച്ചിട്ടുള്ള ഒരു നൈറ്റിയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രാൻഡഡ് നൈറ്റിയുടെ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട പോക്കറ്റ് എവിടെയാണ് വരേണ്ടത് എന്നുള്ള ആ ഇറക്കം എടുക്കുക. നിങ്ങൾ അവരവരുടെ ഇറക്കം അനുസരിച്ച് അവരവരുടെ ഹൈറ്റ് അനുസരിച്ച് വേണം എടുക്കാൻ. നമ്മുടെ കൈ എവിടെയാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോക്കറ്റ് വെക്കാൻ പറ്റുന്നത് എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു ഇറക്കത്തിൽ നിങ്ങൾ എടുക്കുക. ഞാനിവിടെ 23 ഇഞ്ചിലാണ് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എനിക്ക് 23 ഇഞ്ചാണ് ഈ നൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇറക്കം. പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഇറക്കം 23 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ സൈഡിൽ നിന്നും നമ്മുടെ ഈ കൂട്ടി തയ്ച്ചിരിക്കുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 9 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്യുക. മുകളിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇറക്കം, അതുപോലെ തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്ത ഇറക്കമാണ് ഇത് 23 ഇഞ്ച്. അവിടെ നിന്നും ഈ 9 ഇഞ്ചിലും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. ഇങ്ങോട്ടേക്കായാൽ നടുക്കായി പോകും. ഇവിടെ നിന്നും ഈ സൈഡിലേക്ക് പോക്കറ്റ് വെക്കുക, അതായത് നമ്മുടെ കൈയുടെ സൈഡിലേക്ക് പോക്കറ്റ് വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ മറു സൈഡിലും ഇതേ മെഷർമെൻറ്റിൽ തന്നെ, ഈ എടുത്ത മെഷർമെൻറ്റിൽ തന്നെ മറു സൈഡിലും എടുക്കുക. എന്നിട്ട് നമ്മൾ പോക്കറ്റ് വെക്കേണ്ട തുണിയുടെ ഒരു മെഷർമെൻറ്റ് പറയാം. നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ നോക്കിയുള്ള ഒരു തുണി എടുക്കുക പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 9 ഇഞ്ച് നീളമാണുള്ളത്. എനിക്കിവിടെ ഒരു 7 ഇഞ്ച് നീളം മതി. ഇപ്പോൾ ബാക്കി 2 ഇഞ്ച് എനിക്ക് തയ്യൽ തുമ്പായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീതി വന്നിട്ട് 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 6.5 ഇഞ്ച് വീതി മതി. കാര്യം നമുക്കൊരു ഫോൺ ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു വീതി 6.5 ഇഞ്ച് വീതി. ബാക്കി വേണ്ടത് 6-6.5 ഇഞ്ച് ബാക്കി സീം അലവൻസ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഈ ക്ലോത്തിൽ കണ്ടോ, ഇതിൻ്റെ ടോപ്പ് വരുന്ന പോർഷനാണിത്. പോക്കറ്റിൻ്റെ ഇവിടെ നമ്മൾ ടോപ്പിൽ വരുന്ന പോർഷനാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്, ഇവിടുന്ന് താഴത്തേക്കും. അപ്പോൾ ആദ്യം നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി ഇങ്ങനെ നല്ല വീതിക്ക് ഫോൾഡ് ചെയ്യുക. പോക്കറ്റിൻ്റെ മുകൾ ഭാഗം എപ്പോഴും നമ്മൾ വീതിയിലല്ലേ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റ് കണ്ടിട്ടില്ലേ, അതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം ഞാൻ കണ്ടോ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് മാത്രം വീതിയിൽ തയ്ച്ചാൽ മതി. പിന്നെ ഇനി സൈഡും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇതേപോലെ തയ്ക്കുക. ഈ സൈഡ് തയ്ക്കുക, ഇതുപോലെ ഈ സൈഡ് മറു സൈഡും തയ്ക്കുക. അതുപോലെ താഴത്തെ ഭാഗവും തയ്ക്കുക. താഴത്തെ ഭാഗം ഇത്രയും വീതി വേണ്ട. ഇനിയും തയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇങ്ങനെ 4 സൈഡും തയ്ച്ചെടുക്കുക. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് താഴത്തെ ഭാഗം കൂടി മടക്കി തയ്ക്കുക. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, താഴെ നിന്ന് ഉള്ള ഇറക്കവും ഇവിടെ നിന്നുള്ള ഇറക്കവും ആ മാർക്കിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് പോക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ തയ്ക്കേണ്ട. ഇവിടെ നമ്മൾ കൈ കടത്താനുള്ള പോർഷനാണല്ലോ, ഇവിടെ തയ്ക്കേണ്ട. ബാക്കി ഈ 2 സൈഡും താഴത്തെ ഭാഗവും തയ്ക്കുക. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജിൽ കൂടി തയ്ച്ചു പോവുക. അതുപോലെ ഇവിടെയും താഴെ അതുപോലെ തന്നെ തയ്ച്ചു പോവുക. ഈ സൈഡിലും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ഇവിടം വരെയും തയ്ക്കുക. ഈ പോർഷൻ തയ്ക്കരുത്. ഇങ്ങനെ 3 സൈഡും തയ്ച്ചെടുക്കുക. അതേ കണ്ടോ, നമ്മൾ പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വേണ്ട സ്പൂണൊക്കെ പെട്ടെന്ന് എടുത്ത് 2-3 സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇങ്ങനെ പോക്കറ്റിലേക്ക് വെക്കാം. തൽക്കാലത്തേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ പോക്കറ്റിൽ സൂക്ഷിക്കാം.
കീ ഒക്കെ നമ്മൾ വീട് പൂട്ടി അപ്പുറത്തോട്ടോ മറ്റോ പോവുകയാണെങ്കിൽ കീ ഒക്കെ കയ്യിൽ വെക്കാണ്ട് പോക്കറ്റ് ഉണ്ടെങ്കിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാം. അങ്ങനെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ മിക്കവാറും നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പോക്കറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഈ നൈറ്റി തയ്ക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ അവസാനവും താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റിയുടെ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ഈ പോക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡിമെയ്ഡ് നൈറ്റി വാങ്ങിയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.